ഹേ ഗായ്സ്, വെൽക്കം ടു മൂവി എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ഫിലിമായിട്ടുള്ള ഭീമ ആണ്. ആ നാട്ടിലൊരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. സോ ആ പ്രദേശത്ത് ആരെങ്കിലും മരിക്കുമ്പോൾ അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ആ അമ്പലത്തിലാണ് പൂജ നടത്തുന്നത്. പക്ഷേ നിത്യശാന്തി കിട്ടാത്ത ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുകയും ഈ 10 ദിവസങ്ങളിലെ പൂജാ ദിവസത്തിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ദേഹത്തിലേക്ക് ഈ ബാധ കൂടുകയും പിന്നെ ആ ബന്ധു പ്രവർത്തിക്കുന്നതെല്ലാം ഈ ബാധ കാണിക്കുന്നത് പോലെ ആയിരിക്കും. അങ്ങോട്ടേക്ക് പോലീസ് വന്നിട്ട് ഈ അമ്പലത്തിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. സോ 2023 ആ അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ കുറച്ച് പൂജകൾ നടക്കുകയാണ്. അപ്പോൾ ബാധ കയറിയ ഒരു സ്ത്രീ അവിടെ ഉണ്ട്. അഘോരികളാണെങ്കിൽ പൂജ ചെയ്യുന്നുണ്ട്. സോ അവിടെ അത് കണ്ടിട്ട് ഒരു ചെറിയ പയ്യൻ പേടിക്കുകയാണ്. സോ ഈ ചെറിയ പയ്യന് ഈ അമ്പലത്തിൻ്റെ കഥയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. സോ അവിടെയുള്ളൊരു അപ്പൂപ്പൻ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ച ആൾക്കാരുടെ ആത്മാവ് ഈ ബന്ധുക്കളുടെ ദേഹത്ത് കയറുകയും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതിനൊരു ഐതിഹ്യമുണ്ട്. പരശുരാമനാണ് ഈ അമ്പലം പണിതത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിൽ ശിവലിംഗവും പ്രതിഷ്ഠയുണ്ട്. ശിവൻ്റെ തല എപ്പോഴും തണുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ധാരയും അവിടെ നടക്കുന്നുണ്ട്. 50 വർഷം മുമ്പ് ഈ അമ്പലം പൂട്ടുകയാണ് ഉണ്ടായത്. കാരണം ഒരു കൊലപാതകമാണ്. അതായത് തൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി മകൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ആത്മാവ് മകൻ്റെ ദേഹത്തേക്ക് കയറുന്നു. എന്നാൽ ആ ആത്മാവ് അതിനുശേഷം തന്നെ കൊന്ന വ്യക്തിയെ കൊലപാതകം ചെയ്യുകയും അങ്ങനെ അത് പോലീസ് കേസ് ആവുകയും ചെയ്യുന്നു. അഘോരികളെല്ലാം പറയുന്നുണ്ട് അച്ഛൻ്റെ ആത്മാവാണ് കൊന്നത്, മകൻ അല്ല എന്നത്. എന്നാൽ പോലീസുകാർ അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആ അമ്പലം പൂട്ടുകയും ചെയ്യുന്നു. പ്രസൻറ്റിലെ കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഭവാനി എന്ന് പറയുന്ന ഒരു ചെറിയ ഗുണ്ടയെ കാണിക്കുന്നു. സോ അയാൾ ഈ കള്ളക്കടത്തും പിന്നെ കുറച്ച് ഗുണ്ടാപ്പണിയുമായിട്ട് മുമ്പിലോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. സോ ഇയാളെ പിടിക്കാൻ വേണ്ടി പോലീസ് ഓഫീസർ വരുന്നു. എന്നാൽ അയാളും അയാളുടെ മകനും കൂടി ചേർന്ന് പോലീസ് ഓഫീസറിനെ കൊല്ലുന്നു. ഇതേ സമയം ലോറൻസ് എന്ന് പറയുന്ന ഇതേപോലെ ഒരാളെ കാണിക്കുന്നുണ്ട്. അയാളും ഭവാനിയും തമ്മിൽ കുറച്ച് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. സോ 2 മാസത്തിന് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. കള്ളനായിട്ടുള്ള ശരത്തിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ശരത്ത് ടി വിയിലൊരു ന്യൂസ് കാണുകയാണ്. അതായത് ഒരുപാട് ഡെഡ് ബോഡീസ്. അപ്പം ഈ മരിച്ചവരുടെ ആൾക്കാർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നതായിട്ട് ശരത്ത് കാണുന്നു. അങ്ങനെ ശരത്തും വേറൊരു സ്ത്രീയും കൂടി അവിടെ ചെന്നിട്ട് ഒരു അനാഥ ഡെഡ് ബോഡി എടുത്തിട്ട് അത് തൻ്റേതാണെന്ന് പറഞ്ഞിട്ട് തൻ്റെ ബന്ധുവാണെന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുകയും അങ്ങനെ 10 ലക്ഷം രൂപ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ശവശരീരം അവർ കത്തിക്കുന്നു. സോ ആ സമയത്താണ് ഒരു ആത്മാവിൻ്റെ അങ്ങനെ ഒരു സൗണ്ട് ശരത്ത് കേൾക്കുന്നത്. 1 മാസം മുമ്പുള്ളൊരു സീനാണ് പിന്നെയും കാണുന്നത്. അഘോരികളുടെ ആ അമ്പലത്തിൽ ഈ നേരത്തെ മരിച്ച പോലീസുകാരൻ്റെ ഭാര്യ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. അതായത് തൻ്റെ ഭർത്താവ് മരിക്കാൻ ഇടയായ ആൾക്കാരെ അവർക്ക് എതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കണമേ എന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. സോ ഇതേ സമയം നമ്മുടെ നായകനായിട്ടുള്ള ഭീമയെ കാണിക്കുന്നുണ്ട്. ഭീമ ആ പോലീസുകാരനെ കൊന്ന ആ ഭവാനിയുടെ വീട്ടിലേക്ക് വരികയാണ്. സോ ഭവാനിയുടെ മകൻ വീട്ടിലില്ല. സോ അച്ഛനെ അറസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ ഭീമ വന്നിട്ടുള്ളത്. നമ്മുടെ നായകൻ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നു ഈ ഭവാനിയെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം നാട്ടിലെ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങില്ല. സോ ഇയാളുടെ പിറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരുടെ എല്ലാം പേര് വേണം നമ്മുടെ ഭീമയ്ക്ക്. സോ അതുകൊണ്ട് തന്നെ അവരുടെ പേര് പറഞ്ഞു തരാൻ വേണ്ടി ഭവാനി എടുത്ത് ചോദിക്കുന്നു. എന്നിട്ട് 1 മാസം കാല അവധിയും കൊടുക്കുന്നുണ്ട്. അതായത് 1 മാസത്തിനുള്ളിൽ തൻ്റെ പിറകിലുള്ള ആൾക്കാരുടെ പേരെല്ലാം പറയണം എന്നും ഭീമ ഇങ്ങനെ ഇയാളോട് പറയുന്നുണ്ട്. അങ്ങനെ അയാളെ ഭീഷണിപ്പെടുത്തിയ ശേഷം നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഭീമ. ഒരു അനൗൺസ്മെൻറ്റ് തന്നെ നടത്തുന്നുണ്ട്. അവിടെ ആൾക്കാരുടെ വിശ്വാസമെല്ലാം പോലീസിൻ്റെ മേലിൽ പോയിരിക്കുകയാണ്. സോ ആ വിശ്വാസം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഭീമ ഇനി ശ്രമിക്കുന്നത്. സോ അവിടെയുള്ള നാട്ടുകാരോട് പറയുകയാണ്, നിങ്ങളുടെ എന്തെങ്കിലും കാര്യം മോഷണം പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണോ പോയിട്ടുള്ളത് അതിനുള്ള നഷ്ടപരിഹാരം പോലീസ് തരും എന്ന് പറയുന്നു. സോ അങ്ങനെ പിറ്റേ ദിവസം ഒരാൾ വന്നിട്ട് അയാളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുകയും 10,000 രൂപ ആ പേഴ്സിലുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ഭീമ സ്വന്തം കയ്യിൽ നിന്നും 10,000 രൂപ എടുത്തു കൊടുക്കുന്നു. സോ ഇത് കണ്ടു നിന്ന് ബാക്കി പോലീസുകാരൊക്കെ ചോദിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ കള്ളം പറഞ്ഞിട്ട് പൈസ തട്ടാൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഭീമ പറയുന്നുണ്ട്, ആദ്യം നമ്മൾ ഇവർക്ക് നമ്മുടെ മേലുള്ള വിശ്വാസമാണ് ഉണ്ടാക്കാനുള്ളത്. സോ അതിനുശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം എന്ന് ഭീമ പറയുന്നു. ആ നാട്ടിലെ ഭീമ കാരണം ഒരുപാട് ചേഞ്ചസ് വരികയാണ്. അതായത് ഇപ്പം ആൾക്കാർക്ക് പോലീസുകാരോട് വലിയ മതിപ്പുണ്ടാവുകയും അവരെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലീസുകാരുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നു. ഭീമ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മോഷണം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് അവർ തട്ടിയെടുത്ത ആ വസ്തുക്കൾ തിരിച്ച് ആൾക്കാർക്ക് തന്നെ കൊടുക്കുകയും അവരെ പിടിച്ച് ജയിലിടുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പം നാട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഭീമ.
അങ്ങനെ പതുക്കെ പതുക്കെ ആൾക്കാർക്ക് പോലീസിനോട് വിശ്വാസം തോന്നുകയും അവർ പോലീസിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇതേ സമയമാണ് നമ്മുടെ നായിക അങ്ങോട്ടേക്ക് വരുന്നത്. നായികയുടെ പേര് പ്രിയ എന്നാണ്. പ്രിയ വന്നിട്ട് ആദ്യം തന്നെ ഒരു റൗഡിയാണ് ചോദിക്കുന്നത്. അതായത് പോലീസുകാരിൽ അവൾക്ക് വിശ്വാസമില്ല. അവളെ ടോർച്ചർ ചെയ്യുന്ന ഒരാളെ പിടിക്കാൻ വേണ്ടി റൗഡിയുടെ സഹായമാണ് അവൾക്ക് ആവശ്യം. അപ്പോൾ റൗഡിയെ എല്ലാം ഭീമ പിടിച്ച് പോലീസ് സ്റ്റേഷനുള്ളിലാക്കിയത് കൊണ്ട് തന്നെ ഒരു റൗഡിയെ റിലീസ് ചെയ്യണമെന്ന് അവൾ അപേക്ഷിക്കുന്നു. സോ ഇവളെ കണ്ടിട്ട്, ഇവളുടെ അപ്രോച്ച് കണ്ടിട്ടും നമ്മുടെ നായകനായിട്ടുള്ള ഭീമയ്ക്ക് ഒരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ അവളെ ടോർച്ചർ ചെയ്യുന്ന ആളെ പോയിട്ട് വിരട്ടുന്നുണ്ട് നമ്മുടെ ഹീറോ. അപ്പോഴാണ് ഹീറോ പൂട്ടിക്കിടക്കുന്ന അമ്പലം കാണുന്നത്. സോ അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിൽ അഘോരികൾ ഇവനെ അനുഗ്രഹിക്കുകയും അഘോരികൾ പറയുന്നുണ്ട്, നീ ഈ അമ്പലത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിക്കുന്നു അഘോരികൾ. അങ്ങനെ നമ്മുടെ പ്രിയയെ ശല്യപ്പെടുത്തുന്ന ആളെ ഭീമ പിടിക്കുന്നു. സോ ഇതിൽ പ്രിയ ഇംപ്രസ്ഡ് ആകുന്നു. സോ അങ്ങനെ അവരുടെ ലവ് അഫെയർ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പ്രിയയുടെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുമ്പോൾ പ്രിയയുടെ അച്ഛനെന്ന് പറയുന്ന ആ നാട്ടുകാരെല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സോ പുള്ളിക്കാരൻ്റെ വളർത്തുമകളാണ് പ്രിയ. സോ അങ്ങനെ അവരുടെ അഫെയർ പുള്ളിയും എഗ്രി ചെയ്യുകയും ചെയ്യുന്നു. ഇതേ സമയം ഭീമയ്ക്ക് ഒരു കേസ് വരികയാണ്. അതായത് ഭവാനി ഒരു ലോറി കടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭീമ അങ്ങോട്ടേക്ക് പോയിട്ട് ആ ലോറിയെ വട്ടം വെച്ച് പിടിക്കുന്നു. സോ അപ്പോൾ ആ ലോറിക്കുള്ളിൽ കുറേ കുട്ടികളെ കടത്തിക്കൊണ്ട് പോവുകയാണെന്നുള്ള കാര്യം ഭീമയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ നമ്മുടെ ഭീമ ഒരുവിധം കുട്ടികളെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തുകയാണ് ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന്. നല്ല ഫൈറ്റൊക്കെ ചെയ്തിട്ടാണ് അവരെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തുന്നത്. സോ അതേസമയം നമ്മൾ കാണുന്നു, കടലിൽ നിന്ന് കുറച്ച് ഗുണ്ടകൾ കയറി വന്നിട്ട് നമ്മുടെ ഭീമയെ നല്ല രീതിയിൽ ആക്രമിക്കുകയാണ്. അങ്ങനെ അവരും നമ്മുടെ ഭീമയും തമ്മിലൊരു സൂപ്പർ ഫൈറ്റാണ് നടക്കുന്നത്. അവസാനം ഒരു ഗതിയും കിട്ടാതെ നമ്മുടെ ഹീറോ അവരുടെ മുമ്പിൽ തോറ്റുപോവുകയാണ്. അവരുടെ കയ്യിലൊരു പ്രത്യേകതരം വെപ്പനുണ്ട്. സോ അതുപയോഗിച്ച് നമ്മുടെ ഹീറോയെ കീഴ്പ്പെടുത്തുകയും നമ്മുടെ ഹീറോയുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് കടലിലേക്ക് എടുത്തെറിയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹീറോയെ പോലെയുള്ള വേറൊരാളെയാണ്. അയാളുടെ പേര് രാമ എന്നാണ്. അയാൾ ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. സോ അയാൾ ശരിക്കും നമ്മുടെ ഭീമയുടെ ബ്രദറാണ്. സോ ഇയാൾക്ക് ഒരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ട്. അവളുടെ പേരാണ് പവി. സോ പവിയെടുത്ത് ഇയാൾ ഇതുവരെ ഇയാളുടെ ലവ് കൺഫേസ് ചെയ്തിട്ടില്ല. കാരണം ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. സോ ഭീമയുടെ രാമയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. അപ്പോൾ ഭീമയാണെങ്കിൽ ക്യാഷ് വെച്ചിട്ട് ചീട്ട് കളിച്ചതിന് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഭീമ എന്ന് കരുതി രാമയാണ് കൊണ്ടുപോകുന്നത്. സോ അവിടെ വെച്ചിട്ട് രാമയ്ക്ക് നല്ല തല്ലൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരികയും ഭീമയാണ് ചെയ്തത് എന്നുള്ള കാര്യം അവിടെ തെളിയുകയും ചെയ്യുന്നു. എന്നാൽ സ്വന്തം അനിയനെ തല്ലിയത് കൊണ്ട് തന്നെ ഭീമയ്ക്ക് ഭയങ്കര ദേഷ്യമാവുകയും പോലീസുകാരെ തന്നെ ഭീഷണിപ്പെടുത്തുകയും അവരെ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ വളർന്നു വന്നൊരു കുട്ടിക്കാലമാണ് ഭീമയ്ക്ക് രാമയ്ക്കും ഉള്ളത്. സോ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ നമ്മുടെ ഭീമയെ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും പോലീസ് ആവണം എന്നുള്ളത് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഭീമ അവസാനം പോലീസാകുന്നത്. അതിനുശേഷം ഭീമയെ കടലിൽ നിന്നും കുറച്ച് മീൻ പിടിക്കുന്ന ആൾക്കാർ കണ്ടുപിടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് അവരങ്ങനെ നമ്മുടെ ഭീമയെ രക്ഷപ്പെടുത്തുന്നു. അവർക്ക് വേണ്ടി ഭീമ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള നന്ദിയും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. സോ പിന്നെ രാമയുടെയും ഭീമയുടെയും ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സോ ഇത്തവണ രാമയാണ് കാണിക്കുന്നത്. രാമ സ്വന്തം കാമുകിയായിട്ടുള്ള പവിയുമായിട്ട് അമ്പലത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പവിയുടെ അച്ഛന് കാണുകയും അങ്ങനെ രാമയെ അയാൾ ഒരുപാട് വഴക്ക് പറയുകയും തല്ലുകയും ചെയ്യുന്നു. ഇതറിഞ്ഞിട്ട് ഭീമ അയാളെ പോയി തല്ലുന്നു. അങ്ങനെ പവിയുടെ അച്ഛനെ തല്ലിയതറിഞ്ഞിട്ട് രാമ ഭീമയായിട്ട് പിണങ്ങുന്നു. സോ അവർ തമ്മിലിപ്പോൾ നല്ലൊരു ബന്ധത്തിലല്ല എന്ന് നമ്മൾ കാണുന്നു. സോ അതിനുശേഷം പിന്നെയും സീൻ ഷിഫ്റ്റ് ആയിട്ട് ഭീമയാണ് കാണിക്കുന്നത്. ഭീമ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നേരെ പ്രിയയുടെ വീട്ടിലേക്ക് വരുന്നു. പ്രിയയുടെ അച്ഛനൊരു വൈദ്യനാണ്. സോ പുള്ളിയുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രത്യേക വെപ്പൺ കൊണ്ട് മറ്റേ ആൾക്കാർ ഭീമയെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നു. അതിലൊരു തരം വിഷമുണ്ടായിരുന്നു എന്നും അത് കടലിലേക്ക് ഇറങ്ങിയപ്പോൾ ഉപ്പ് കൊണ്ടത് ന്യൂട്രലൈസ് ആയി പോയി എന്നും അവർ പറയുന്നു. സോ ഭീമ രക്ഷപ്പെടുത്തിയ കുട്ടികളിപ്പം പ്രിയയുടെ അച്ഛൻ്റെ കൂടെയാണ്. സോ അവരെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ഭീമ. സോ ഇതിനുശേഷം അമ്പലത്തിൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള പൂജ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഈ പൂജ നടത്തുന്ന വേറെ ഏതോ ഒരു തരം പൂജാരിയാണ്. സോ അങ്ങോട്ടേക്ക് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. സോ ഇപ്പോൾ പിന്നെയും സീൻ ഷിഫ്റ്റ് ആയിട്ട് രാമയാണ് കാണിക്കുന്നത്. സോ രാമയുടെ അടുത്തേക്ക് പവി വന്നിട്ട് അച്ഛൻ തൻ്റെ കല്യാണം വേറൊരാളുമായിട്ട് ഉറപ്പിച്ചു എന്നുള്ള കാര്യം പറയുന്നു. സോ ഇതിൽ വിഷമം വന്നിട്ട് രാമ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സോ അതേസമയം തന്നെ കള്ളനായിട്ടുള്ള ശരത്തിനെയും കാണിക്കുന്നുണ്ട്. കള്ളനായിട്ടുള്ള ശരത്തിന് മനസ്സിലാകുന്നു ഇവർ ഒളിച്ചോടാൻ പോവുകയാണെന്നും അങ്ങനെ ഒളിച്ചോടി പോകുമ്പോൾ അവരുടെ കയ്യിൽ സ്വർണം ഉണ്ടാകുമെന്നും ആ സ്വർണം അടിച്ചെടുക്കാമെന്നും ശരത്ത് പ്ലാൻ ചെയ്യുന്നു. സോ ശരത്ത് ഇവരുടെ അടുത്ത് വന്നിട്ട് ഇവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള സതീഷ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അത് ഇവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരെ ഒളിച്ചോടാൻ വേണ്ടി ശരത്ത് ഹെൽപ്പ് ചെയ്യുകയാണ്. സോ അങ്ങനെ ശരത്ത് ഒരു വീടെടുത്ത് അവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കുന്നു. സോ അവിടെ വന്ന സമയത്താണ് നമ്മുടെ ഹീറോയുടെ അനിയനായിട്ടുള്ള രാമ മനസ്സിലാക്കുന്നത്. അതായത്
ഈ ശരത് എന്ന് പറയുന്ന ഒരു കള്ളനാണെന്ന്. കാരണം ഒരു ഫോൺ കോൾ വരുമ്പോൾ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹീറോയുടെ അനിയനായിട്ടുള്ള രാമയാണ്. സോ പുള്ളിക്ക് മനസ്സിലാകും അത് ഈ ശരത്തിൻ്റെ ഫ്രണ്ട്സ് ആണ്, അവർ എന്തായി എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് മനസ്സിലാകുന്നു. സോ അങ്ങനെ ശരത്ത് കള്ളനാണെന്ന് നമ്മുടെ രാമ ഉറപ്പിക്കുന്നു. സോ ശരത്തിൻ്റെ അടുത്ത് രാമ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, നീ ഒരു കള്ളനായിരുന്നല്ലേ എന്നുള്ള കാര്യം ശരത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശരത്ത് പറഞ്ഞ ഒരു കള്ളൻ തന്നെയാണ്, എന്നാലും നിങ്ങളെ സീരിയസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നും ശരത്ത് പറയുന്നു. അതായത് ഭീമയും രാമയായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി മാറ്റണം എന്നും ഇയാൾ പറയുന്നു. സോ അതിനുശേഷം സീൻ ഷിഫ്റ്റ് ആയിട്ട് നമ്മുടെ ഭീമയാണ് കാണിക്കുന്നത്. ഭീമ കടൽ തീരത്ത് 2 കസ്റ്റം ഓഫീസേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോറൻസിനെ കുറിച്ച്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോറൻസും ഒരു ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മാഫിയ തലവനാണ്. സോ പുള്ളിയുടെ കൂടെയാണ് ഭവാനിയുടെ മകൻ വർക്ക് ചെയ്യുന്നത്. സോ ഭവാനിയുടെ മുമ്പിലായിട്ട് വേറെ ഏതോ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഭീമ മനസ്സിലാക്കുകയാണ്. സോ അങ്ങനെ പിന്നീട് സീൻ ഷിഫ്റ്റ് ആയിട്ട് ഭീമയും പ്രിയയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കടൽ തീരത്ത്. അവർ കുറച്ച് റൊമാൻസ് ഒക്കെ നടക്കുന്ന ടൈമിലാണ് കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് ഒരാൾ അവിടെ കൂടെ പോകുന്നത്. സോ പുള്ളിക്കാരൻ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രിയയുടെ അച്ഛനെ കാണാനാണ് എന്നാണ് ആൾ പറയുന്നത്. സോ ഒരു തരം പ്രത്യേക ചെടി അയാൾ കാണിക്കുന്നുണ്ട്. സോ ഈ സമയത്ത് പ്രിയയ്ക്കൊരു ഡൗട്ട് തോന്നുകയാണ്. കാരണം രാത്രി സമയങ്ങളിൽ അച്ഛൻ ആരെയും മീറ്റ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി. സോ എന്തൊരു ഡൗട്ട് തോന്നിയിട്ട് ഇവർ അയാളെ ഫോളോ ചെയ്തെത്തുന്നത് ആ പഴയ ടെമ്പിളിലേക്കാണ്. സോ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർ ആ വലിയ കാര്യം മനസ്സിലാക്കുന്നത്. സോ പ്രിയയാണ് ആ കാര്യം കാണുന്നത്. അതായത് ഇതിന് പിറകിലുള്ള ആ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അത് അവളുടെ വളർത്തച്ഛനാണ്. സോ ഈ കാര്യം പെട്ടെന്ന് തന്നെ ഭീമയെ വിളിച്ച് അവൾ പറയുന്നു. സോ ഭീമ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സോ അപ്പോൾ നോക്കുമ്പോഴാണ് അവൻ രക്ഷപ്പെടുത്തിയ എല്ലാ കുട്ടികളെയും ഇയാൾ ഒരു ബലിമൃഗമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അവരെല്ലാം സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണ് ആത്മാക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി. ഒരു പ്രത്യേകതരം മരുന്ന് അയാൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അത് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ബോയുടെ മേലാണ്. സോ ആ ബോയ് മരിച്ചു പോവുകയാണ്. സോ ഇത് കണ്ടിട്ട് പ്രിയയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നു. ആ സമയത്ത് ഭീമ അങ്ങോട്ടേക്ക് വരുന്നു. ഭീമ നോക്കുമ്പോൾ പ്രിയയെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് അവളുടെ വളർത്തച്ഛൻ. പ്രിയയെ കൊല്ലരുത്, ആ കുട്ടികളെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഭീമ അയാൾക്ക് മുമ്പിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ അയാൾ പറയുന്നു ഇവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീ നിന്റെ ജീവൻ ത്യാഗം ചെയ്യണമെന്ന്. സോ അങ്ങനെ ഭീമ മരിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ആ സമയത്ത് ഇവൻ്റെ അവസാന നിമിഷത്തിൽ ഇവൻ കാണുന്നതെന്ന് പറയുന്നത് സ്വന്തം വളർത്തച്ഛൻ തന്നെ ആ പ്രിയയെ കൊല്ലുന്നതാണ്. ആ കുട്ടികളെയും അയാൾ കൊല്ലുന്നതായിട്ട് ഭീമ കാണുകയാണ്. സോ ഇവരുടെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി അയാൾ പറയുകയാണ്. സോ അങ്ങനെ പോകുന്ന ടൈമിലാണ് ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സ്പോട്ടിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു കിടക്കുന്നത് അവർ കാണുന്നത്. സോ അവിടെ വെച്ചിട്ട് നമ്മുടെ ഭീമയുടെയും പ്രിയയുടെയും ബോഡി അയാൾ ഡിസ്പോസ് ചെയ്യുകയാണ്. സോ ഇവിടെ നിന്നാണ് ആദ്യം മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഡെഡ് ബോഡീസിൻ്റെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. സോ ആ ഡെഡ് ബോഡീസിൻ്റെ കൂടെ ശരത്ത് ക്ലെയിം ചെയ്ത് നമ്മുടെ ഭീമയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. ഭീമയുടെ ഡെഡ് ബോഡി എന്ന് അറിയാതെയാണ് അയാൾ അത് കത്തിക്കുകയും അങ്ങനെ അവസാനം ഭീമയുടെ ആത്മാവ് ശരത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത്. സോ അവസാനം രാമ ശരത്തിനടുത്ത് ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ശരത്ത് പറയുന്നുണ്ട്, നിന്റെ കഴുത്തിലുള്ള ആ രുദ്രാക്ഷമാല അഴിച്ചു വെച്ചിട്ട് നിന്റെ ചേട്ടനെ നിന്റെ ശരീരത്തേക്ക് നീ വിളിച്ചു വരുത്തുക. സോ എന്നിട്ട് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ശരത്ത് പറയുന്നു. സോ അങ്ങനെ മാല അഴിച്ചു വെച്ചിട്ട് ഈ രാമ അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ അവരുടെ താവളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കുട്ടികളെല്ലാം അവിടെ ലോക്ക്ഡായിട്ട് കിടക്കുകയാണ്. സോ ഇവനെ കണ്ടിട്ട് നമ്മുടെ വില്ലന്മാരെല്ലാവരും ഞെട്ടുകയാണ്. കാരണം ഭീമയെ പോലെ തന്നെയുണ്ട്. സോ ഇവരുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ രാമ. സോ അവസാനം ഫൈറ്റിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഈ മാല അഴിച്ചു വെച്ചത് കൊണ്ട് തന്നെ ചേട്ടൻ്റെ ആത്മാവ് രാമയുടെ ദേഹത്തേക്ക് കയറുകയും ഭീമ ആത്മാവായിട്ട് ഈ രാമൻ്റെ ദേഹത്ത് പ്രവേശിച്ചിട്ട് എല്ലാവരെയും അടിച്ചിടുകയും അങ്ങനെ അവസാനം രാമ തന്നെ ജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വില്ലനായിട്ടുള്ള പ്രിയയുടെ അച്ഛൻ കുറച്ച് മന്ത്രവലയങ്ങളെല്ലാം തീർക്കുന്നുണ്ട്. സോ ആ മന്ത്രവലയങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഭീമയുടെ ആത്മാവ് രാമയുടെ ശരീരത്ത് വെച്ച് തന്നെ ഇയാളെ കൊല്ലുകയും ചെയ്യുന്നു. സോ അങ്ങനെ എല്ലാം ക്ലിയർ ആവുകയാണ്. എല്ലാം അവസാനം നല്ല രീതിയിൽ തന്നെ കലാശിച്ചു കുട്ടികളെ രക്ഷിക്കുകയും ചെയ്തു രാമ. അങ്ങനെ അവസാനം രാമ ഭീമയ്ക്ക് വേണ്ടി ബലിയിടുന്നതാണ് നമ്മൾ കാണുന്നത്, അവൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി. സോ അവൻ ആഗ്രഹിച്ചതെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. സോ ഇത്തവണ പവിയും കാണിക്കുന്നുണ്ട്. ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നു, ഇവർക്കൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് നമ്മുടെ ഭീമയുടെ പേരാണ് രാമ ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ മൂവി എൻഡ് ആവുകയാണ്. സോ നമ്മുടെ മൂവി ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See ya.